ആ വേറെ ഒരു ദിവസമാണ് കേട്ടോ. രാവിലത്തെ ആസ് യൂഷ്വൽ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പ്രോൺസ് ഫ്രൈ എന്ന് പറയാനായിട്ട് പ്രോൺസും ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എന്താ പറയുക തേങ്ങ കൊത്തൊക്കെ കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കും. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് ലാസ്റ്റത്തിൽ വേപ്പില ഇടും കേട്ടോ. അതാണ് എൻ്റെ പ്രോൺസ് ഫ്രൈ. അധികം കോംപ്ലിക്കേഷൻ ഇല്ല. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ കോംപ്ലിക്കേറ്റഡ് കുക്കിങ്ങിൽ ആക്ച്വലി എനിക്ക് താല്പര്യമില്ല. എനിക്ക് അത്രയും അത്ര അറിയാവുന്നത് മാത്രം ഞാനത് കോൺഫിഡൻസോടുകൂടി വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ എന്താണ്ട് ദിവസം ചെയ്യുന്ന അത് തന്നെ, വേറെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ട് അത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണേ. പിന്നെ ഇപ്പം ഞാൻ രാവിലത്തെ ആസ് യൂഷ്വൽ പിന്നെയും എൻ്റെ ദോശയും ചട്നി ഉണ്ടാക്കൽ. മിക്കവാറും ഞാൻ ദോശ കഴിക്കും കേട്ടോ, ഞങ്ങളെല്ലാവരും ഇവിടെ. ഞാൻ അല്ല, വീട്ടിലുള്ളവരെല്ലാവരും. ഞാൻ ചിലപ്പോൾ കഴിക്കുള്ളൂ. എനിക്ക് പക്ഷേ ദോശ ഭയങ്കര ഇഷ്ടമാണ്. രാവിലത്തെ ഞങ്ങൾ മിക്കവാറും വൈറ്റ് ചട്നി ഉണ്ടാക്കുക. വൈറ്റ് ചട്നിയും ദോശയാണ് ഇവിടെ. ഒരു 7 ഡേയ്സിൽ 5 ഡേയ്സും ദോശ കേട്ടോ. വൈറ്റ് ചട്നി അല്ലെങ്കിൽ ഓറഞ്ച് ചട്നി, സാമ്പാർ. വൈറ്റ് ചട്നിയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ ദോശ. ദോശ എനിക്ക് ആക്ച്വലി പരത്താനൊന്നും ആദ്യം അറിയില്ലായിരുന്നേ. എൻ്റെ അമ്മയാണ് എന്നെ ഇങ്ങനെ പരത്താൻ പഠിപ്പിച്ചത്. ആക്ച്വലി എനിക്ക് ഇപ്പോഴും എനിക്കിങ്ങനെ കണ്ട ഹോൾസ് ഒക്കെ വരും. അതൊക്കെ ഞാൻ അടച്ചടച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ പരത്തണ കാണുമ്പോൾ ആക്ച്വലി എനിക്ക് ഇത് എങ്ങനെ ഇത്ര ഇതാവണമെന്ന് തോന്നാറുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയും. പിന്നെ ഇതെൻ്റെ ഡോഗാട്ടോ, എൻ്റെ പേര് സെറി എന്നാണ്. ഭയങ്കര കുറുമ്പത്തിയാണ്. അതിന് അതിൻ്റെതായ ഒരു റൂമുണ്ട്. ചില സമയത്ത് മാത്രം ഞാൻ ഒരു 5 മിനിറ്റ് മാത്രം അകത്തേക്ക് എടുക്കുള്ളൂ. അല്ലെങ്കിൽ അവൾ അവളുടെ മുറിയിൽ കിടക്കും, അല്ലെങ്കിൽ അവൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ടിലൊക്കെ സ്ഥലമുണ്ട്, അവിടെ ഓടിക്കളയും. പിന്നെ ഞാൻ ഒഴിക്കുന്നതാണ് കേട്ടോ. ഞാൻ തൈര് പുറത്തുനിന്ന് വാങ്ങിക്കൽ ഉണ്ടാവാറില്ല. നല്ലോണം പാല് വെള്ളം ചേർക്കാണ്ട് തിളപ്പിച്ചിട്ട് അത് ആറിച്ച് കഴിയുമ്പോൾ ഒരു 2-3 സ്പൂൺ മതി. ഐ മീൻ ഈ പഴയ തൈരുണ്ടല്ലോ, അതൊഴിച്ചിടുക. പിന്നെ ഞാൻ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഒന്ന് പുറത്ത് പോയി എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അതിനൊക്കെ പോയേക്കുമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ കടവന്ത്രയിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നല്ല ഫ്രഷ്, ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്താൽ അവർ വേഗം കൊണ്ടുതരും. ഞാൻ ഇടയ്ക്ക് പോയി ഒന്ന് അത് എൻജോയ് ചെയ്ത് വാങ്ങിക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മടി വരുമ്പോൾ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. പ്രാർത്ഥിക്കുന്നൊക്കെ സമയമാണല്ലോ. രാവിലെ വൈകുന്നേരം ഞങ്ങൾ വിളക്ക് കത്തിക്കാറുണ്ട് കേട്ടോ. അത് ചെറുപ്പം പണ്ട് മുതലേ അങ്ങനെയുള്ളത്. എൻ്റെ ലിവിങ് റൂമാണ്. ഇപ്പം ഭയങ്കര മഴയാണല്ലോ, പുറത്ത് നല്ല മഴ. ഇത് ഞാൻ വേറെ ഈവനിങ് ആയിട്ടൊന്ന് അമ്പലത്തിലേക്ക് പോകട്ടെ. വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകണതാണ് കേട്ടോ. ഫുൾ എല്ലായിടത്തും മഴ തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. വേറൊരു വ്ളോഗിൽ കാണാം.